ഒരുമിച്ച് നേരിടേണ്ടതാണ്, അതിലൊരു സംശയമില്ല. നമ്മൾ തുടങ്ങി വെച്ചൊരു യുദ്ധം, ആ യുദ്ധം കേരളമാകെ ഏറ്റെടുക്കുന്നു, സർക്കാരും ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് കാണേണ്ടത്. നമ്മൾ ഈ ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ നടത്തുന്ന രണ്ടാമത്തെ മൂന്നാമത്തെ ചർച്ചയാണെന്ന് തോന്നുന്നു. ചില കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്തത്. അപ്പോൾ ഇപ്പോൾ നടന്നിരിക്കുന്ന ഒരുപാട് കൊലപാതകങ്ങളിൽ അതിൽ ലഹരിയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നതാണല്ലോ ഈ ഒരു ആത്യന്തികമായി ഒരു പെട്ടെന്നൊരു നടപടിയിലേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് മാതൃഭൂമി പത്രത്തിൽ ആദ്യ പേജിൽ തന്നെ കൊടുത്തിരിക്കുന്ന കണക്ക് കേരളത്തിൽ 2 മാസത്തിനിടെ നടന്ന 63 കൊലപാതകങ്ങളിൽ 30നും ലഹരി ബന്ധം എന്നുള്ളതാണ്. 50%. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ വരുന്ന റാഗിംഗ് കേസുകളായാലും, അത് കൊലപാതകമല്ല, റാഗിംഗ് കേസുകളായാലും അതിലൊക്കെ തന്നെയും ലഹരിയുടെ സാന്നിധ്യം നമുക്ക് കാണാം. ഇന്നിപ്പോൾ സഭയിൽ നടന്ന ചർച്ചയിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന വിളിയിൽ വന്ന ഒരു ഏറ്റുമുട്ടലിൻ്റെ സ്വഭാവത്തിലേക്കൊക്കെ വരുമ്പോഴും മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യം 9 കൊല്ലം നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. 9 കൊല്ലത്തിനിടയ്ക്കാണ് കോവിഡ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം നടന്നിരിക്കുന്ന കാലത്തെ വേറെ തന്നെയായി കാണേണ്ടതുണ്ട്. 9 കൊല്ലം മുമ്പ് ഇവിടെ സ്വർഗ്ഗമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. 9 കൊല്ലത്തിനിടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു? കോവിഡ് സംഭവിച്ചു. കോവിഡിന് ശേഷം ആളുകളുടെ ലോകം എത്രത്തോളം ചുരുങ്ങി. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ പെട്ടി പ്രയോഗം, വീടെന്ന പെട്ടിയിൽ നിന്ന് സ്കൂൾ എന്ന പെട്ടിയിലേക്കും സ്കൂൾ ബസ് എന്ന പെട്ടി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അവസാനം എത്തിച്ചേരുന്നത് എന്താണ്? മൊബൈൽ എന്ന പെട്ടിയിലാണ്. ഈ കോവിഡ് കാലത്ത് ആ പെട്ടിയിൽ മാത്രമായി ചുരുങ്ങിയാണ്. കണ്ണുകൾ അതിൽ മാത്രമാണ്. അവരുടെ ലോകം അതുമായി മാത്രമായി ചുരുങ്ങിയാണ്. ആ ലോകം വിശാലമാണ് താനും. പുറമേക്ക് കാണുന്ന പോലെ അതിവിശാലമായ ലോകമാണ്. ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാത്ത ലോകത്തിലേക്ക് കുട്ടികൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഡാർക്ക് വെബുകളുണ്ട്. അവിടെ എങ്ങനെയൊക്കെ മയക്കുമരുന്നുകൾ കിട്ടും എന്നുള്ള ഒരു വിവരങ്ങൾ കിട്ടുന്നു. അതോടൊപ്പം എങ്ങനെയൊക്കെ ആക്രമണം നടത്താം, എതിരാളികളെ ഇല്ലാതാക്കാം എന്നുള്ളതിൻ്റെ ക്ലാസ്സുകൾ കിട്ടുന്നു. ഈ തരത്തിൽ അതിൻ്റെ ഒരു സ്വാധീനം വലിയ രൂപത്തിലുണ്ട്. പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞ മറ്റൊരു കാര്യം എന്നുള്ളത്, ഒരു ടീച്ചർ ഓടി വന്ന് തൻ്റെ അടുത്ത് പറഞ്ഞൊരു ആശങ്കയാണ്. ഒരു ക്ലാസ്സിൽ മോശമായി പെരുമാറിയ കുട്ടിയോട് നാളെ പേരൻറ്റിനെ കൊണ്ടേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും തള്ളേ എന്ന് ചോദിച്ചു. എന്നുള്ള ആ ഭീഷണി കേട്ട് ടീച്ചർ പേടിച്ചിട്ട്, പ്രതിപക്ഷ നേതാവിന് പരിചയമുള്ള സ്ത്രീ ആയിരിക്കണം, ആ ടീച്ചർ പോയി പറയുകയാണ്. അപ്പോൾ അതാണ് ഒരു പ്രതികരണ രീതി. അതാണ്. അതിൽ ബഹുമാനമില്ല, പരസ്പര സ്നേഹമില്ല, കരുതലില്ല, കരുണയില്ല, ഒന്നുമില്ല. ആ രൂപത്തിലേക്ക് വിദ്യാർത്ഥി സമൂഹം മാറുന്നുണ്ട് എന്നുള്ളതാണ് ആശങ്കപ്പെടേണ്ടത്. അപ്പോൾ ഇത് രാഷ്ട്രീയേതരമായി കാണും. ഇതിപ്പോൾ ലഹരി മാത്രമല്ല, അക്രമത്തെയും ലഹരിയെയും എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ അക്രമത്തെ ഈ തരത്തിൽ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്ന പോലെ ഈ 9 വർഷത്തിനിടയ്ക്കാണ് ഈ നവകേരള യാത്രയിൽ നടന്നിരിക്കുന്ന അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഭരണപക്ഷത്തെ പാർട്ടിയിലെ യുവജന സംഘടനകളായാലും അതിൽ പങ്കാളികളായാലും അതിനോട് എടുക്കുന്ന സമീപനം പ്രധാനപ്പെട്ട വിഷയമാണ്. അത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായി ഇത് ചൂണ്ടിക്കാണിക്കുമ്പോഴും അതിനെ അങ്ങനെയല്ല, താൻ പറഞ്ഞത് തെറ്റിപ്പോയി എന്ന രൂപത്തിലേക്ക് മുഖ്യമന്ത്രി എത്തേണ്ടിയിരുന്നു. ഇത് ഈ സാഹചര്യത്തിൽ നടന്നിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ ലഹരിയുടെ സാന്നിധ്യമൊന്നും നമ്മൾ പറയുന്നില്ലെങ്കിൽ കൂടി അക്രമത്തോടും ലഹരിയോടും രാഷ്ട്രീയത്തിനതീതമായ നിലപാടെടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അപ്പുറത്തെ പാർട്ടിയിലെ ആളല്ലേ എന്ന രൂപത്തിൽ ആഘോഷിക്കുക എന്ന രൂപത്തിലല്ല അതിനെ കാണേണ്ടത്. അത് കഞ്ചാവ് എന്നൊന്നല്ലല്ലോ, ഇപ്പോൾ കഞ്ചാവൊന്നുമല്ലല്ലോ, അതിനേക്കാൾ അപ്പുറം രാസലഹരിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ ലഹരി ഉള്ളത് എന്ന് പറയും, ലഹരി ഉപഭോഗമുള്ളത് എന്ന് പറയുമ്പോഴും നമ്മുടെ ഇവിടെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെയും ഈ പിടികൂടുന്നതിൻ്റെയൊക്കെ കണക്ക് കൂടുതൽ വലുതാണ്. നമ്മളതിലേക്ക് കൂടുതൽ കടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഇത് ഒരു കണ്ണിയാണ്. ഈ കണ്ണി എന്ന് പറയുമ്പോൾ സർക്കാരും പ്രതിപക്ഷവും യുവജന സംഘടനകളും മാത്രമല്ല, സ്കൂളുകൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ, നാട്ടിലെ ജനങ്ങൾ, രക്ഷകർത്താക്കൾ, ഇതൊക്കെ ഈ കണ്ണി എവിടെയും മുറിഞ്ഞു പോകാൻ പാടില്ല. ആ കണ്ണി എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് ഓരോരുത്തരും അവരിൽ നിന്ന് തന്നെ ആലോചിക്കേണ്ടത്, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഈ കോളേജ് ഹോസ്റ്റലുകളിലെ വാർഡന്മാർ എന്ത് ചെയ്യുന്നു? ഈ ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചൊരു പരിശോധന നടക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും പരിശോധന നടക്കുന്നുണ്ടെന്നല്ലേ പറയുന്നത്. ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് അങ്ങനെ ഒരു പരിശോധന നടക്കുന്നുണ്ടോ? ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുമ്പോൾ അതിൽ വിദ്യാർത്ഥികൾ മാത്രമാണോ കുടുങ്ങുക? അല്ല, അധ്യാപകർ വരെ അതിൻ്റെ ഭാഗമാകുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ളൊരു പരിശോധനയിലേക്ക് കടക്കേണ്ടതുണ്ട്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ അത് ഉപദേശത്തിൻ്റെ രൂപത്തിലായിരിക്കാം, ചില സ്ഥലങ്ങളിൽ ഇതിൽ കർക്കശമായ നടപടികളിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ പല തലത്തിൽ പല രൂപത്തിലാണ് അതിനെ നേരിടേണ്ടത്. ഇനി അതിൽ കുടുങ്ങിപ്പോയ വിദ്യാർത്ഥികളെ പുറത്തേക്ക് എത്തിക്കേണ്ടത്, അവരുടെ പേര് വിവരങ്ങൾ പുറത്തേക്ക് വിട്ടുകൊണ്ട് അവരെ അങ്ങ് തീർക്കുക എന്ന ഉദ്ദേശത്തിലാവരുത്. അവരെ അതിൽ നിന്നും പുറത്തു കടക്കാൻ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ വിമുക്തി എന്ന സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നതിൻ്റെ പരിമിതികൾ ഇന്ന് പത്രത്തിൽ ഉണ്ട്. ആ പരിമിതികൾ ഉണ്ട് എന്നുള്ള കാര്യം എക്സൈസ് മന്ത്രിയെ സംബന്ധിക്കുന്നത് മറികടക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അത് പണമായിട്ടാണ്, അവർക്ക് കിട്ടുന്ന ഫണ്ടിൻ്റെ കാര്യമായിട്ടാണ്. പോകാൻ ഒരു വാഹനത്തിൽ പെട്രോൾ അടിക്കാൻ, ഇപ്പോൾ വനംവകുപ്പിന് പറയുന്ന പോലെ പെട്രോൾ അടിക്കാൻ ഇവർ തന്നെ, എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെ പണമെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. പലയിടത്തും കോർഡിനേറ്റർമാരില്ല. ഈ പ്രശ്നമൊക്കെ വളരെ വേഗത്തിൽ അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. ഇത് അടിയന്തര സ്വഭാവത്തിലുള്ള വിഷയമാണ് എന്ന രൂപത്തിൽ തന്നെ അത് നേരിടേണ്ടതുണ്ട്. ഭരണപ്രതിപക്ഷം ഒരുമിച്ച് നീങ്ങുമെന്നുള്ളതാണ് ചർച്ചയുടെ ആത്യന്തമായി ഉണ്ടായിരിക്കുന്ന തീരുമാനം. അവിടെ ഈ പറയുന്ന കുട്ടികൾ എങ്ങനെയൊക്കെ പ്രതികരിക്കുന്നു. ഇപ്പോൾ ഈ ഷാബാസിൻ്റെ കേസ് തന്നെ നോക്കൂ. ഷാബാസിൻ്റെ കേസിൽ ആ പിതാവ് പറയുന്ന ഒരു ആശങ്കയുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയമായി നോക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴും ആ പിതാവ് ആശങ്കപ്പെടുന്നത് ഇപ്പോൾ എന്താണ്, നിയമത്തോട്
സഹകരിക്കാത്ത, നിയമത്തോട് പൊരുത്തപ്പെടാത്ത കുട്ടി, ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത്. ശരി. അപ്പോൾ അങ്ങനെ ഒരു കുട്ടിയുടെ, അതിൽ ഒന്നാം പ്രതി എന്ന് കരുതുന്ന കുട്ടിയാണല്ലോ, ആ കുട്ടിയുടെ പിതാവിന് ക്രിമിനൽ കേസ് പ്രതിയുമായിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ TP കേസ് പ്രതിക്കൊപ്പമുള്ള പടം, മാത്രമല്ല ആ ക്രൈം അവിടെ നടക്കുമ്പോൾ അയാൾ അവിടെ സാക്ഷിയായിരുന്നു എന്ന് പറയുന്നു. ഈ ഉപയോഗിച്ചിരിക്കുന്ന നഞ്ചക്കെന്ന ആയുധം ഇയാളെ വീട്ടിൽ നിന്ന് കണ്ടെത്തുന്നു. ഇത് മകന് കൊടുത്തത് ഇയാളാണെന്ന് പറയുന്നു. അപ്പോൾ ആ പരിശോധനയിലേക്കൊക്കെ പോകുമോ, അയാളെ കൂടി പ്രതി ചേർക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഈ പിതാവിനെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇന്ന് അച്ഛൻ ചോദിക്കുന്നത്, ആ പട്ടികയിലുള്ള 5 പേരും പരീക്ഷ എഴുതി. എൻ്റെ മകനും ഇന്ന് ആ മലയാളം പരീക്ഷ എഴുതേണ്ടതാണ്. ഉമ്മയുടെ അനുഗ്രഹം മേടിച്ചെന്ന് പരീക്ഷയ്ക്ക് പോകേണ്ട കുട്ടിയാണ്. നെഞ്ച് പിടഞ്ഞുകൊണ്ടാണ് ആ പിതാവ് നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അതിനെ ആ രൂപത്തിൽ തന്നെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അപ്പോൾ ആ പിതാവ് സംശയിക്കുന്നത് രാഷ്ട്രീയ ഒരു സംരക്ഷണം ആ പ്രതിക്ക് കിട്ടുമോ, ആ കുടുംബത്തിന് കിട്ടുമോ എന്നുള്ളതാണ് അവരുടെ സംശയം. അതെന്തുകൊണ്ടാണ് വരുന്നത്? കാരണം ഇത് രാഷ്ട്രീയപരമായി നേരിടുമെന്നൊക്കെ പുറത്തേക്ക് പറയുന്നെങ്കിലും ആ കുടുംബത്തിനെ നേരിട്ട് ചെന്ന് കണ്ട് അങ്ങനെ ഒരു ഉറപ്പ് അവർക്ക് ലഭിച്ചിട്ടില്ല. അത് പ്രധാനമാണ്. അങ്ങനെ കൊടുക്കേണ്ടതുണ്ട് ആ ഉറപ്പ്. ആ കുഞ്ഞിൻ്റെ കുടുംബത്തിന് അങ്ങനെ ഒരു ഉറപ്പ് സർക്കാർ നൽകേണ്ടിയിരുന്നു. അങ്ങനെയൊന്നും സംഭവിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രതികരണം വരുന്നത്. ഇനിയും സമയമുണ്ട്. അവരിപ്പോഴും കാത്തിരിക്കുന്നു നടപടികൾക്കായി, നീതി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളാണെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ അവഗണിക്കുന്ന ഈ കാര്യങ്ങൾ കൂടി ചെയ്താൽ മാത്രമേ അതിൽ വിശ്വാസ്യത വരികയുള്ളൂ. അതുകൂടി ചെയ്യേണ്ടതുണ്ട്. ഷാബാസിൻ്റെ കേസിൽ നമ്മൾ കണ്ടതാണ്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ സംഘർഷത്തിന് മുമ്പ് ഒരു തീരുമാനം എടുക്കുന്നു. സംഘർഷത്തിന് ശേഷം അവർ നടത്തിയ പ്രതികരണം, ആ കുട്ടിയെ അതിക്രൂരമായി മരണത്തിലേക്ക് തള്ളിവിട്ട ശേഷം കണ്ണില്ലാതെ കിടക്കുകയാണ്, അവരൊന്നും ഇനി രക്ഷപ്പെടില്ല എന്ന് പറയും. കൂട്ടത്തോടെ ആക്രമിച്ചാൽ ആരും കേസിൽ പ്രതികളാകില്ല എന്ന് പറയുകയൊക്കെ ചെയ്യുന്നുള്ള ഒരു ധൈര്യമുണ്ടല്ലോ. ആ ധൈര്യം എവിടെ നിന്ന് വരുന്നതാണ്? ലഹരിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അത് കണ്ടെത്തുകയും അതിനെ നേരിടാനും ഇനി ഒരു നിമിഷം പോലും ഇനി ബാക്കിയില്ല അതിൽ മുന്നോട്ട് പോകാനെന്നുള്ളതാണ്. വേണ്ട നടപടികളിലേക്ക് ഒരുമിച്ച് പോകേണ്ടത്. അത് മാത്രമല്ല, ആരോഗ്യകരമായി വിദ്യാർത്ഥികളുടെ അവരെ ഒരു വേറൊന്നിലേക്ക് തിരിച്ചുവിടേണ്ടതുണ്ടല്ലോ. അത് സ്പോർട്സാണ് ഏറ്റവും പ്രധാനപ്പെട്ടമായി പറയുന്നത്. അപ്പോൾ ഈ ഗ്രൗണ്ടുകൾ എത്രത്തോളമുണ്ട്, ഈ സ്വിമ്മിംഗ് പൂളിൽ എത്രത്തോളമുണ്ട്, അതിലേക്ക് താല്പര്യം ഉണ്ടാക്കാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെയുള്ള വിഷയം അവിടെ നിൽക്കുന്നു. ഈ നായ്ക്കുരണപ്പൊടി പെൺകുട്ടിക്ക് മേൽ വിതറി എന്നുള്ള കേസ് നമ്മൾ കാക്കനാട് സ്കൂളിൽ നിന്ന്, ഗവൺമെൻറ് സ്കൂളാണ്, അവിടെ നിന്ന് കേൾക്കുമ്പോൾ ഒരു പെൺകുട്ടിക്ക് നേരെയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അധ്യാപകരാണ് അതിനോട് പരിഹസിച്ച് ചിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഈ അധ്യാപകർക്ക് ഇതിന് യോഗ്യതയുണ്ടോ? ഈ സ്കൂൾ സംവിധാനങ്ങൾക്ക് എത്രത്തോളം കുട്ടികളെ ഉപദേശിക്കാൻ യോഗ്യതയുണ്ട്? ഇതൊക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഓരോ സ്കൂളുമായി, ഓരോ വീടുമായും ചേർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിൽ യുവജന സംഘടനകളുടെ പങ്ക് വളരെ പ്രധാനമാണ്. അവർ മറ്റ് വ്യത്യാസങ്ങളൊക്കെ മറന്ന് ഇറങ്ങേണ്ട സമയമായിരിക്കും. Meet the editors.